വീണ്ടും ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിൽ, അതായത് ചിക്കൻ നെക്ക് ഇഷ്യൂ, അതേപോലെ ആ കോറിഡോറിൻ്റെ ഞാൻ സിലിഗുഡി കോറിഡോർ ആ ഇഷ്യൂവിനെ പറ്റി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് 7ഓളം സ്റ്റേറ്റുകളെ ഇന്ത്യയിൽ നിന്നും മാറ്റി ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കുക. ആദ്യമായിട്ടാണ് അവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഇങ്ങനൊരു ഡിമാൻഡ് പറയുന്നത്, അതും എലക്ഷൻ്റെ അജണ്ടയായിട്ട്. കാരണം അവിടെ താൽക്കാലിക മന്ത്രിസഭയാണ് അവിടെ ഭരിക്കുന്നത്, ഷെയ്ഖ് ഹസീന പോയ ശേഷം യൂനസ് ഖാൻ. അപ്പോൾ അവിടെ 2026 ഇലക്ഷനാണ്. അപ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി മനസ്സിലാക്കുക, ഈ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട സംഭവമാണ്. യങ് ജനറേഷൻ, അതേപോലെ തന്നെ സീജൻ. എന്താ അതിൻ്റെ പ്രത്യേകത? അവരാണ് ഷെയ്ഖ് ഹസീനെ അവിടുന്ന് ഓടിക്കുന്നത്, ആ കലാപം ഉണ്ടാക്കുന്നത്. അതായത് വലിയൊരു ഭാഗം യങ്സ്റ്റേഴ്സും ചെറുപ്പക്കാർ, അവിടെയുള്ള ജനങ്ങളുടെ സപ്പോർട്ടുള്ള പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പേര് NCP, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അതായത് ഇവിടുത്തെ NCP അല്ല, ബംഗ്ലാദേശ് NCP. എന്താ ആദ്യമായിട്ട് ഈ ഡിമാൻഡ് വരുന്നത്? നേരത്തെ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ എന്താണ് ചിക്കൻ നെക്കിൻ്റെ പ്രാധാന്യം, എന്താണ് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയെ ഈ പറയുന്ന 7ഓളം സ്റ്റേറ്റുകളുമായിട്ട് കട്ട് ഓഫ് ആയി പോകും. അതായത് റോഡ് മാർഗം പിന്നെ ഇന്ത്യക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഇന്ത്യ ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ 6-7 മാസമായിട്ട് മനസ്സിലായത്, ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമാണ് ഈ സംഭവം ഇത്രയും തിളയ്ക്കുന്നത്. പാകിസ്ഥാൻ്റെ ആർമി ചീഫും പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്ററും പാകിസ്ഥാൻ പൊളിറ്റീഷ്യൻസും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇന്ത്യയുമായിട്ടൊരു വാർ ഉണ്ടാകുന്നത് ഒരു ഫ്രണ്ടിലല്ല, 2 ഫ്രണ്ടിലാണ്. 2 ഫ്രണ്ട് വാർ ആയിരിക്കും. 2 ഫ്രണ്ട് എന്നത് കാശ്മീർ ആ ഭാഗം, മറ്റൊന്ന് ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ബോർഡർ. ബംഗ്ലാദേശ് മാത്രമല്ല, അവിടെ ചൈനീസ് ബോർഡറുണ്ട്, ബംഗ്ലാദേശിൻ്റെ ബോർഡറുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് പഴയ ഈസ്റ്റ് പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ്. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമാണ് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്തത്, ആ രാജ്യത്തെ താങ്ങി നിർത്തുന്നത്. അവിടുത്തെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഈ പറയുന്ന ചിക്കൻ നെക്കിനെ പറ്റിയും, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ പിടിച്ചെടുക്കണം, ഇതെങ്ങനെ ഫ്ലോട്ട് ചെയ്യുവാണ്. പക്ഷെ ഇന്ന് വരെ ചരിത്രത്തിലാദ്യമായിട്ട് അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഈ സംഭവം എലക്ഷൻ്റെ അജണ്ടയായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ BJP അവരുടെ എലക്ഷൻ്റെ എപ്പോഴത്തെ അജണ്ടയായിരുന്നു ഈ കാശ്മീർ ആർട്ടിക്കിൾ 370, അതേപോലെ കാശ്മീർ സ്വന്തമാക്കും. അതേപോലെ ഇലക്ഷന് ശേഷം ആർട്ടിക്കിൾ 370 അബോളിഷ് ചെയ്തു, അതായത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റി. അതേപോലെ തന്നെ ഒരു സംഭവം അവർ ബംഗ്ലാദേശ് ഉണ്ടാക്കിയെടുക്കുകയാണ്, ഇന്ത്യയെ കട്ട് ഓഫ് ചെയ്യുക. അതായത് മനസ്സിലാക്കണം, ഏകദേശം 27 പ്രാവശ്യമാണ് ബംഗ്ലാദേശി ലീഡേഴ്സും അതേപോലെ പാകിസ്ഥാൻ്റെ ആർമി ജനറൽമാരും പലരും ഈ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ ബോർഡർ ഉൾപ്പെടെ ഈ ഭാഗത്ത് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി അവരായിരിക്കും ഏകദേശം മഹാഭൂരിപക്ഷം അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യത. കാരണം ഏറ്റവും കൂടുതൽ പിന്തുണ അവർക്ക് യങ്സ്റ്റേഴ്സിൻ്റെ പുതിയതായിട്ട് ഫോം ചെയ്ത പാർട്ടിയാണ്. അവർ പറയുന്നത് ഇന്ത്യയിലെ ഇൻസർജൻസി, അതായത് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തേക്കുവാണ്, അതിന് ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യും. അടുത്ത സംഭവം തുടങ്ങുവാണ്. ഇതാണ് ഞാൻ പറയുന്നത്, വളരെ സെൻസിറ്റീവ് മേഖലയിലോട്ട് ഇന്ത്യയുടെ ചില പ്രദേശങ്ങളങ്ങ് മാറി. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാശ്മീരല്ല, അതിൻ്റെ 4 ഇരട്ടി പ്രശ്നമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോണിറ്റർ ചെയ്യുകയാണ്. ഇതേപോലെയുള്ള മെസ്സേജുകൾ പൊളിറ്റിക്കൽ റാലിയിലും പബ്ലിക്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ കോൺസുലേറ്റ് ജനറലെ ഹൈക്കമ്മീഷൻ അംബാസഡറെ വിളിച്ചു വരുത്തി, ശക്തമായ രീതിയിൽ പറഞ്ഞു. അതേപോലെ തന്നെ BJP ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ തിരിച്ചു പറഞ്ഞു, ഹെമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിനെ 4 പീസാക്കും, 2 പീസാക്കും, 2 ചിറ്റഗോങ് ആണെങ്കിൽ മറ്റൊരിടത്ത് ഇതെല്ലാം ഇന്ത്യയുടെ, അതായത് ഇന്ത്യയുടെ കടൽ തീരം വഴിയാണ് പോകുന്നത്, ബേ ഓഫ് ബംഗാൾ.
അത് ഇന്ത്യ ബ്ലോക്ക് ചെയ്യും. മനസ്സിലാക്കുക, ഇതിലോട്ടൊന്ന് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഈ പീറ രാജ്യം ഇന്ത്യക്കെതിരെ ഇത്രയും നാൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി മിണ്ടിയിട്ടില്ല. ഇത്രയും നാളും പറയാനുള്ള ധൈര്യം പോലും ഇല്ല. ഇന്നിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ BJPയുടെ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റർ തിരിച്ചു പറയുന്നു, അതായത് ഇന്ത്യ ഇതിനെ മുൻകൂട്ടി കണ്ടില്ല. ഇങ്ങനെ അവരുടെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അതേപോലെ നാഷണൽ ഹൈവേ 12 കാര്യം പറഞ്ഞു, അതിൻ്റെ തൊട്ടടുത്ത് ബാബറി മസ്ജിദിൻ്റെ അതേപോലെയുള്ള സംഭവം ഉണ്ടാക്കുന്നു. കോടിക്കണക്കിന് രൂപ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നു. ഏകദേശം 12 കോടി രൂപയാണ് പെട്ടെന്ന് കളക്ട് ചെയ്തത്. അതേപോലെ UP നിന്നും ബീഹാറിൽ നിന്നും ഈ ബാബറി മസ്ജിദ് തലയോട് ഈ സംഭവം, അതായത് മോസ്ക് പണിയാൻ വേണ്ടി ആളുകൾ വരുന്നു. അതായത് വല്ലാത്തൊരു സ്ഥിതിയിലോട്ടാണ് ഈ ബംഗാൾ പോകുന്നത്. ബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, ഈ ബംഗാൾ BJP അടുത്ത പ്രാവശ്യം പിടിച്ചെടുത്തില്ല എങ്കിൽ ഈ പറയുന്ന പലതും നമുക്ക് അൺസർട്ടനിറ്റി ഭയങ്കരമായിട്ടുണ്ടാകും. അതായത് ഈ ചിക്കൻ നെക്കുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം പറയാം. ഇതത്ര സിമ്പിളായിട്ട് കാണാൻ പറ്റത്തില്ല. പ്ലെയിൻ ടെറൈനല്ല. ഏത് സമയത്തിലും അൺസർട്ടനിറ്റി ഉള്ളൊരു ടെറൈനാണിത്. ചില കാലാവസ്ഥയിൽ ലാൻഡ് സ്ലൈഡും അതും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യും. പട്ടാളത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ സ്ഥിതിയാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈനയാണ്, അങ്ങോട്ട് മാറിയിട്ട് നോർത്ത് ഈസ്റ്റ്. നിങ്ങൾക്കറിയാം, അവർ അരുണാചലമായിട്ടുള്ള ഡിമാൻഡ് അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർ പിന്മാറുന്നില്ല. കാരണം അവർ പറയുന്ന അരുണാചൽ അവരുടേതാണ്. അവർക്ക് പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ നിങ്ങൾക്കറിയാം. ഒരു പെൺകുട്ടിയുടെ സ്ത്രീ UK ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് ബീജിങ്ങിൽ വെച്ച് അവരെ ബ്ലോക്ക് ചെയ്യുന്നു, ഹറാസ് ചെയ്യുന്നു. ജപ്പാൻ പോയ സമയത്താണ് ഉണ്ടായത്. അതായത് കരുതിക്കൂട്ടിയുള്ള ഒരു ഭയങ്കര ഓപ്പറേഷൻസ് ഇന്ത്യക്കെതിരെ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ചിക്കൻ നെക്ക്, അതായത് ബംഗ്ലാദേശി ബോർഡറിൽ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്. അവരൊരുമിച്ച് നടത്തുകയാണ്. ഇൻക്ലൂഡിങ് നേപ്പാൾ വരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നേപ്പാളിൽ വന്നിരിക്കുന്നത് പുതിയ ഭരണാധികാരിയാണ്. മറ്റേ ആൾ ഇന്ത്യൻ സപ്പോർട്ടറായിരുന്നു. ഇപ്പം നേപ്പാൾ ഓൾറെഡി ഇന്ത്യക്കെതിരെ പറഞ്ഞു കഴിഞ്ഞു. ചിക്കൻ നെക്കുമായിട്ട് ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ അത് നേപ്പാളിൻ്റെയാണ്, ഇന്ത്യയുടെ അല്ല. അത് ചൈന ഇടപെടാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇത്രമാത്രം ഒരു ഇഷ്യൂലോട്ടും ടെൻഷനിലോട്ടും അൺട്രസ്റ്റിലോട്ടും പോവുകയാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അവിടെ ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ പാർട്ടി, അവരുടെ മേജർ അജണ്ട എന്ന് പറയുന്നത് അവർ ജയിച്ചു കഴിഞ്ഞാൽ ചിക്കൻ നെക്ക് പിടിച്ചെടുക്കും മറ്റുള്ള ആൾക്കാരെയും വെച്ച്. അതിനുശേഷം 7 നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ ഇന്ത്യയുടെ അവരെടുത്ത് മാറ്റും. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ ഇത് പറയുക, പൊളിറ്റിക്കലി ആൾക്കാരുടെ സപ്പോർട്ട് വാങ്ങുക. അതേപോലെ ഇന്ത്യയുടെ ബോർഡറായിട്ടുള്ള ഭാഗത്ത് 70-75 കിലോമീറ്റർ ഈ പറയുന്ന NH-12 സൈഡ്, അതായത് സിലിഗുഡിയിലോട്ട് പോകുന്ന നാഷണൽ ഹൈവേ, ഇന്നും അവിടെ ഒരു വേലി കെട്ടാൻ, അതായത് പ്രോപ്പറായിട്ടുള്ള ഫെൻസിങ് ഇന്ത്യ കൊണ്ടിടാൻ വേണ്ടി അവിടെയുള്ള ആൾക്കാരെ സമ്മതിക്കുന്നില്ല. ഇത് പണിയാൻ വരും, അത് ദൂരെ കളയും. കൽക്കട്ട ഹൈക്കോടതി 4-5 പ്രാവശ്യം ഇടപെട്ട് പറഞ്ഞിട്ട് പോലും നടക്കുന്നില്ല. കാരണം സ്റ്റേറ്റിന് പിന്തുണ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ അലങ്കോലം. അത്ര സെൻസിറ്റീവായിട്ട് കയറിയാണ് ഈ പറയുന്ന സംഭവങ്ങൾ മുഴുവൻ. ഈ മുർഷിദാബാദ് ആ ഏരിയ, ആ ഡിസ്ട്രിക്റ്റ് മുഴുവനും ഇതെല്ലാം കൂടെ കലങ്ങി മുറി. ആ സന്ദർഭത്തിലാണ് ഇലക്ഷൻ വരുന്നത്. ഇതേപോലെ അജണ്ടകൾ പറയുന്നു ഇന്ത്യക്കെതിരെ. അതായത് ഇന്ത്യയിൽ സെപ്പറേറ്റിസം, ഇന്ത്യയിലെ ഇൻസർജൻസിക്ക് പ്രോത്സാഹനം കൊടുക്കും, വെപ്പൺസ് കൊടുക്കും, അതിന് ആളുകളെ ഇറക്കും. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു 50 ലക്ഷം 60 ലക്ഷം പേര് ഇന്ത്യയിലോട്ട് വിടും. ഈ പറയുന്നത് പിടിച്ചെടുക്കുക, ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, ഇന്ത്യ ഈ പറയുന്ന പഴയ പോലത്തെ ഒരു സ്ഥിതിയിലോട്ടല്ല പോകുന്നത്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് തന്നെ മാറ്റർ ചെയ്യുന്നത്. ഉറപ്പായിട്ട് ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്, ഈ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അവർക്ക് എപ്പോഴും ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇന്ത്യയുടെ വളർച്ച എപ്പോൾ കൂടുന്നു ആ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് ഇന്ത്യൻ ബോർഡറിൽ പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ എത്രയോ സൈനികരാണ് നമുക്ക് വേണ്ടി മാർട്ടിയറായത്. ലഡാക്ക് ഇഷ്യൂ, ഗോൾവാൻ. ഇപ്പം പറയാൻ പോകുന്നൊരു കാര്യമുണ്ട്, കാശ്മീർ മാത്രമല്ല ഇഷ്യൂ. കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് ചെറിയ ഇഷ്യൂ ആവുകയാണ് ഇതിൻ്റെ മുമ്പിൽ.
അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് എപ്പോഴും ഇന്ത്യയുടെ സപ്പോർട്ടോടുകൂടി പോകുന്നൊരു രാജ്യം. അപ്പം അതിനകത്ത് ഇതേപോലെയുള്ളൊരു വലിയ ജമാഅത്ത് ഇസ്ലാമി അവർ ഓരോ പൊളിറ്റിക്കൽ ഫാക്ഷൻ കയറി വന്നിട്ട് അതിൻ്റെ ലീഡേഴ്സ് പബ്ലിക്കായിട്ട് പറയുന്നു, അതേപോലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നു, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി അവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നു, ചിക്കനൊക്കെ പിടിച്ചെടുക്കണം, ഇന്ത്യ സെപ്പറേറ്റ് ചെയ്യണം, നോർത്ത് ഈസ്റ്റ് മാറ്റിയെടുക്കണം. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് പാകിസ്ഥാനിൽ ഫ്രണ്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. വെപ്പൺസും മറ്റുള്ള കാര്യങ്ങൾ, ഇന്ത്യ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻ ബംഗ്ലാദേശിൻ്റെ വളരെ വളരെ മോശമാണ്. കാരണം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ പൊളിറ്റിക്കൽ അഭയം കൊടുത്തു. അപ്പോൾ ഈ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ പറയുന്നതാണ് ബംഗ്ലാദേശിൻ്റെ പൊളിറ്റിക്സിൽ ഇന്ത്യ ഇടപെടുന്നു, അതുകൊണ്ട് ഇന്ത്യയുടെ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ അവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് ജനങ്ങൾക്കും അതേപോലെ റിട്ടാലിയേറ്റ് ചെയ്യാനും താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടരുത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് വരാൻ പോകുന്ന മോദിയുടെ പല വർഷങ്ങൾ ഈ പറയുന്ന സ്മൂത്ത് ആയിരിക്കത്തില്ല. ഈ പാകിസ്ഥാൻ മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ ചുറ്റും മുഴുവൻ ശത്രുക്കളായി. നമ്മൾ നേരത്തെ പറഞ്ഞ് നേപ്പാളുമായിട്ട് നല്ല ബന്ധത്തിലല്ല. നേപ്പാൾ പരാതി കൊടുത്തിരിക്കുന്ന ചൈനയ്ക്കാണ് ഇത് സെറ്റിൽ ചെയ്യാൻ. അതായത് ചൈന ഒരു വലിയ രാജ്യമായിട്ടങ്ങ് മാറ്റിയെടുക്കുകയാണ് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും കണക്കിലെടുക്കണം. അതായത് ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ത്യയിൽ എപ്പോഴും അൺസർട്ടനിറ്റി, അൺട്രസ്റ്റ് ഉണ്ടാവുക, ഇടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, ബ്ലാസ്റ്റുകൾ ഉണ്ടാവുക. അതിന് പാകിസ്ഥാൻ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും മറ്റൊരു ഭാഗത്ത് നേപ്പാൾ ആണെങ്കിലും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. ഈ രീതിയിലാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സ്ഥിതി. അതായത് വെറും മോശം. കാരണം ഒരു ഫ്രണ്ടല്ല, പല ഫ്രണ്ടിൽ നിന്നും അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ ഇതിനകത്ത് ചില ആൾക്കാർ പട്ടാളത്തെ വെച്ച് വെടിവെച്ചു വിടും. ഈ പട്ടാളത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്. 1971 വാറിനെ അത് എടുത്തു നോക്കണം. ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞ് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എടുത്ത് നോക്കണം. അതായത് സിമ്പിൾ അല്ല ഇത്. കാരണം ടെറൈൻ, അതായത് പ്ലെയിൻ ടെറൈൻ അല്ല ഇതേപോലെ. കാരണം ഹിമാലയത്തിൻ്റെ താഴ്വരകളാണ് ഈ പറയുന്ന സ്ഥലങ്ങളല്ല. അത്ര സിമ്പിൾ അല്ല അവിടെ റീച്ച് എന്ന് പറയുന്നത്. ആ റോഡുകളിൽ പോയവർക്കറിയാം. കാരണം ഞാൻ ആ റോഡിൽ പല ആവർത്തി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറട്ടെ. അതായത് ഈ പറയുന്ന ബംഗ്ലാദേശിലെ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യക്കെതിരെ ഇതേപോലെ പറയുമ്പോഴും, ഇന്ത്യ വിഭജിക്കുമെന്ന് പറയുമ്പോഴും, ഇന്ത്യ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കും എന്നൊക്കെ പറയുമ്പോഴും ഏത് രീതിയിലുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും മോദി ഗവൺമെൻറ്റും തീരുമാനം എടുക്കണം. കാരണം ഇതങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ല. ഇതേപോലെ ഒരു പീറ രാജ്യമൊക്കെ ഇന്ത്യക്കെതിരെ പറയുമോ, അത് കഴിഞ്ഞ് ആ അംബാസഡറെ വിളിച്ചു വരുത്തും? അങ്ങനല്ല. ഇന്ത്യ ഗവൺമെൻറ്റും അവിടെ കൃത്യമായിട്ട് അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തിയേ മതിയാവത്തുള്ളൂ. അതേപോലെ NH-12 സൈഡിലുള്ള അവിടെ കുടിയേറി വന്നിരിക്കുന്ന ഇത്രമാത്രം ബംഗ്ലാദേശികൾ. ഇന്ത്യയിൽ ഏകദേശം 3.5-4 കോടിയോളം ബംഗ്ലാദേശികളുണ്ടെന്നാണ് പറയുന്നത്. അവരെ വെച്ച് വരെ സിവിൽ വാർ ചെയ്യുന്നൊരു താക്കീത് തന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം അകത്തും പുറത്തും ഈ രീതിയിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതിൻ്റെ ട്രെയിനിങ്ങും പരിപാടി ഒരു ഭാഗത്ത് അവരുടെ സ്റ്റാർട്ട് ചെയ്ത് പാകിസ്ഥാൻ്റെ സപ്പോർട്ട്. അതായത് മൾട്ടി ആയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരിടാൻ പോകുന്നത്. അതായത് അഗ്നി പരീക്ഷണം തന്നെയായിരിക്കും ചിക്കൻ നെക്കും ബംഗ്ലാദേശും. അതേപോലെ ഇന്ത്യയുടെ നോർത്ത് ബംഗാൾ, അതായത് മമതയുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗമായ നോർത്ത് ബംഗാളും നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ ടെൻഷനിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കണം. കാരണം അരുണാചൽ, ഇപ്പുറത്ത് മണിപ്പൂർ, അപ്പുറത്ത് നാഗാലാൻഡ്, ഇതൊക്കെ കിടക്കുവാണ്. ഇവിടെയുള്ള ഈ പറയുന്ന ഇൻസർജൻസ്, തീവ്രവാദികൾ ഒതുങ്ങിയിരിക്കുകയാണ്. മൂവ ഉൾപ്പെടെ കഴിഞ്ഞ 2 മാസം മുമ്പ് തിരിച്ചു വന്നു. NSCൻ്റെ ആ പഴയ നേതാവ്, അയാൾക്ക് 95 വയസ്സുണ്ട്. അയാൾ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞു. അതായത് എത്രയും വേഗം ഈ കാര്യത്തിനകത്ത് നടപടിയെടുക്കണം. കൈവിട്ടു പോകുന്ന രീതിയിലോട്ട് പോകരുത്. അതായത് വളരെ ഉറച്ച നിലപാടെടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ബംഗ്ലാദേശിൻ്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ്റെ ഈ പറച്ചിലുകൾ, അത് കാരണം അവർ ഗ്ലോബലായിട്ട് സംഭവം കൊണ്ടുപോകാനാണ് അവരുടെ തീരുമാനം. അതിനെ എതിർക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറാകണം എന്നാണ് ഈ വീഡിയോയുടെ ഒരു അഭ്യർത്ഥന.